ഇന്ത്യ നെഞ്ചു കലങ്ങി നിന്ന ദിവസമായിരുന്നു 2025 ഏപ്രിൽ 22. കാലം എത്ര കഴിഞ്ഞാലും ആ വിങ്ങൽ അങ്ങനെ മായാതെ കിടക്കുക തന്നെ ചെയ്യും. എന്നാലും നമ്മുടെ ജനത കരഞ്ഞു തീർത്തിയ ആ കണ്ണീരിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ പകരം വീട്ടിയിരിക്കുകയാണ്. പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ ലഷ്കർ ഇ തായിബയുടെ തലവൻ ഹാഫിസ് സയ്യിദ് ആണെന്ന വിവരം രാജ്യത്തിന് ലഭിച്ചിരുന്നു. പുറമെ കാലങ്ങളായി ഇന്ത്യയെ വേട്ടയാടുന്ന ജെയ്ഷെ മുഹമ്മദ്, ഈ രണ്ട് തീവ്രവാദ സംഘടനകളെയും തുരത്തുന്നതിനായിരുന്നു ഇന്ത്യയുടെ പ്രത്യാക്രമണം. കണക്ക് കൂട്ടലിൽ ഉന്നം പിഴയ്ക്കാതെ ഇന്ത്യ ലക്ഷ്യം നേടി. 24 മിസൈലുകൾ ഉപയോഗിച്ച് 9 ഇടങ്ങളിലെ ഭീകര ക്യാമ്പുകളും ആയുധം സൂക്ഷിക്കുന്ന സ്ഥലങ്ങളും ഇന്ത്യൻ സൈന്യം 25 മിനിറ്റിനുള്ളിൽ തകർത്തെറിഞ്ഞു. അങ്ങനെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപ്തിയേറിയ തിരിച്ചടികളിൽ ഒന്നായി മാറുകയാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഒരേ സമയം ഒരു രാത്രിയിൽ 9 ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത്. ഇന്ത്യക്കെതിരായി നീങ്ങുന്ന പാകിസ്ഥാനിലെ ഭീകര സംഘടനകളുടെ അടിവേരറക്കുക എന്ന ലക്ഷ്യമാണ് ഇന്ത്യൻ ആർമിക്ക് മുൻപിലുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായാണ് ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തായിബ എന്നിവരുടെ കേന്ദ്രങ്ങളിൽ പ്രത്യാക്രമണം നടത്തിയത്. മുരിഡ്കയിലെ ലഷ്കർ ആസ്ഥാനവും ബഹാവൽപൂരിലെ ജെയ്ഷെ ആസ്ഥാനവും ഇന്ത്യൻ സൈന്യം ഇല്ലാതാക്കി കഴിഞ്ഞു. ഇന്ത്യ കൊടും ഭീകരനായി മുദ്ര കുത്തിയിട്ടുള്ള മസൂദ് അസർ സ്ഥാപിച്ചതാണ് ജെയ്ഷെ മുഹമ്മദ്. 2001 ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം, പുൽവാമ, പത്താൻകോട്ട് എന്നിവയിൽ മസൂദിന്റെ പങ്ക് വളരെ വലുതാണ്. 1994 ഇന്ത്യ പിടികൂടിയ അസറിനെ 1999 കാണ്ഡഹാർ വിമാന റാഞ്ചിലുണ്ടായതോടെ ഇന്ത്യക്ക് വിട്ടുകൊടുക്കേണ്ടതായി വരികയായിരുന്നു. ഇന്ത്യൻ തിരിച്ചടിയുടെ പ്രധാന ലക്ഷ്യം പാകിസ്ഥാനിലെ ബഹാവൽപൂരായിരുന്നു. അതിന് കാരണവുമുണ്ട്. പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാന കേന്ദ്രമാണ് ബഹാവൽപൂർ, പാകിസ്ഥാനിലെ ഏറ്റവും വലിയ 12ാമത്തെ നഗരം. ലാഹോറിൽ നിന്ന് 400 കിലോമീറ്റർ അകലെയുള്ള ബഹാവൽപൂരിലെ ജാമിയ മസ്ജിദ് സുബ്ഹാനിലുള്ള കോംപ്ലക്സ് എന്ന ഉസ്മാൻ അലി ക്യാമ്പസാണ് ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം. കാലങ്ങളായി ഇന്ത്യക്ക് നേരെ ഭീഷണി ഉയർത്തുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ തായ്വേരറുക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെയായിരുന്നു ഉസ്മാൻ അലി ക്യാമ്പസിന് നേരെ ഇന്ത്യ ആയുധവർഷം നടത്തിയത്. ഇന്ത്യയുടെ ലക്ഷ്യം ഫലം കണ്ടു എന്ന് തന്നെ വേണം പറയാൻ. മിസൈൽ ആക്രമണത്തിൽ തന്റെ 10 കുടുംബാംഗങ്ങളും 4 അനുയായികളും കൊല്ലപ്പെട്ടതായാണ് ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസർ സ്ഥിരീകരിക്കുന്നത്. ബഹാവൽപൂരിൽ സംഘടനയുടെ ആസ്ഥാനത്ത് നടത്തിയ ആക്രമണത്തിലാണ് ഇത്രയും പേർ കൊല്ലപ്പെടുന്നത്. മസൂദ് അസറിന്റെ പ്രസ്താവനയെ ഉദ്ധരിച്ച് PTI വാർത്താ ഏജൻസിയും BBC അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളുമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഭീകരർക്ക് പരിശീലനം നൽകുന്ന ലഷ്കർ ഇ ത്വയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ എന്നിവയുടെ വിവിധ കേന്ദ്രങ്ങൾ ഇന്ത്യയുടെ മറുപടി മുനമ്പിൽ വ്യക്തമായിരുന്നു. ആക്രമണത്തിൽ 70 ഭീകരർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകളുള്ളത്. 9 തീവ്രവാദ കേന്ദ്രങ്ങൾ പൂർണ്ണമായി തകർത്തു. പാക് അധീന കാശ്മീരിൽ സൈന്യം തകർത്ത ഭീകര കേന്ദ്രങ്ങൾ ഇവയൊക്കെയാണ്: ഗുൽപൂർ ക്യാമ്പ്, കോഡ്ലി, നിയന്ത്രണ രേഖയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയുള്ള പ്രദേശം. ലഷ്കർ ഇ ത്വയ്ബയുടെ ബേസ് ക്യാമ്പ്. 2023 ഏപ്രിൽ 20-നും 2024 ജൂൺ 9-നും പൂഞ്ചിൽ നടന്ന ഭീകരാക്രമണങ്ങളിൽ പങ്കെടുത്ത ഭീകരർ ഇവിടെയാണ് പരിശീലനം നടത്തിയത്. സവായ് നാല ക്യാമ്പ്, മുസാഫറാബാദ്. പാക് അധീന കാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയുള്ള തീവ്രവാദ ക്യാമ്പാണിത്. ഇത് ലഷ്കർ ത്വയ്ബയുടെ പരിശീലന കേന്ദ്രമാണ്. 2024 ഒക്ടോബർ 20-ന് സോൻമാർഗിലും 2024 ഒക്ടോബർ 24-ന് ഗുൽമാർഗിലും 2025 ഏപ്രിൽ 22-ന് പഹൽഗാമിലും നടന്ന തീവ്രവാദി ആക്രമണങ്ങളിൽ പങ്കെടുത്ത ഭീകരർ ഇവിടെ നിന്നാണ് പരിശീലനം നേടിയത്. ബർനാല ക്യാമ്പ്, ബിംബർ. നിയന്ത്രണ രേഖയിൽ നിന്ന് 9 കിലോമീറ്റർ മാത്രം ദൂരത്തിലുള്ള തീവ്രവാദ ക്യാമ്പും പരിശീലന കേന്ദ്രവുമാണിത്. അബ്ബാസ് ക്യാമ്പ്, കോഡ്ലി. നിയന്ത്രണ രേഖയിൽ നിന്ന് 13 കിലോമീറ്റർ അകലെയുള്ള ലഷ്കർ ഇ ത്വയ്ബയുടെ പരിശീലന കേന്ദ്രമാണിത്. മർക്കസ് സുബ്ഹാനല്ല, ഭവൽപൂർ. രാജ്യാന്തര അതിർത്തിയിൽ നിന്ന് 100 കിലോമീറ്റർ ദൂരത്തിലുള്ള സ്ഥലം. ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാന താവളം, റിക്രൂട്ട്മെന്റ്, പരിശീലനം തുടങ്ങിയവയെല്ലാം നടക്കുന്ന സ്ഥലമാണ് ഇവിടം. സർജൽ ക്യാമ്പ്, സിയാൽകോട്ട്. അതിർത്തിയിൽ നിന്ന് 6 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണിത്.
മാർച്ച് 25 ജമ്മു കാശ്മീരിൽ പോലീസിലെ 4 പേരെ കൊലപ്പെടുത്തിയ ഭീകരർ പരിശീലനം നേടിയ ഇടമാണിത്. മെഹ്മുന ജോയ സിയാൻകോട്ട് രാജ്യാന്തര അതിർത്തിയിൽ നിന്ന് ഏകദേശം 18-21 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹിസ്ബുൾ മുജാഹിദീന്റെ പ്രധാന ക്യാമ്പാണിത്. 2016 പത്താൻകോട്ട് വ്യോമതാവളത്തിലുണ്ടായ ഭീകരാക്രമണത്തിന് ഭീകരർ പദ്ധതി തയ്യാറാക്കിയത് ഇവിടെ വെച്ചായിരുന്നു. മർക്കസ് തൊയ്ബ മുറിഡ്കെ രാജ്യാന്തര അതിർത്തിയിൽ നിന്ന് 18-26 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണിത്. 2008 മുംബൈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരർ പരിശീലനം നേടിയത് ഇവിടെ നിന്നാണ്. അജ്മൽ കസബ്, ഡേവിഡ് ഹെല്ലി എന്നിവരെല്ലാം പരിശീലനം നേടിയത് ഇവിടെ നിന്നാണെന്നാണ് വിവരം. സൈദ്ന ബിലാൽ ക്യാമ്പ്, മുസാഫിർബാദ്, ജെയ്ഷെ മുഹമ്മദ് എന്നീ ഭീകര സംഘടനയുടെ പ്രധാന ക്യാമ്പാണിത്. ഇന്ത്യയിലേക്കുള്ള നുഴഞ്ഞുകയറ്റക്കാരുടെ ട്രാൻസിറ്റ് ക്യാമ്പായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്.